ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അനീഷിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് പറയുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നൊരു ലൈഫ് സ്റ്റോറിയാണ് നമ്മുടെ അനീഷിൻ്റെ. കാരണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റൻ്റാണ് നമ്മുടെ അനീഷ്. അങ്ങനെ അനീഷ് കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം തന്നെ പറയുന്നത് അനീഷിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ്. വളരെ നല്ല കുട്ടിക്കാലമായിട്ടാണ് അനീഷ് പറയുന്നത്. പിന്നെ പറയുന്നത് പ്രൊഫഷണൽ ലൈഫിനെ കുറിച്ചൊക്കെയാണ്. വീട്ടുകാരും നല്ല സപ്പോർട്ടോട് കൂടിയിട്ടാണ് അനീഷിന് പഠിക്കാനും അതുപോലെ തന്നെ ആഗ്രഹിച്ച മേഖലയിലൊക്കെ 101% കൊടുക്കാനും അനീഷിന് പറ്റിയിട്ടുണ്ട്. ഹാപ്പി ആയിട്ടാണ് ആളുടെ ലൈഫ് സ്റ്റോറി പറയുന്നത്. കോളേജ് ലൈഫ് കഴിഞ്ഞ് ഉടനെ തന്നെ ബാങ്ക് ജോലി കിട്ടി. ബാങ്ക് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നിട്ടുണ്ട്. അതുകൂടാതെ ബാങ്ക് ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഗവൺമെൻറ് ജോലിയും അനീഷിന് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ എഴുത്തും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അടുത്തിടെ ഇറങ്ങിയ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു എഴുത്ത് എഴുതിയതാണ് അനീഷ്. എൻ നേരം തുഴഞ്ഞ് എന്ന ബുക്ക് അനീഷിൻ്റെയാണ്. അത്യാവശ്യം വീട്ടുകാരെ പറ്റിയും നല്ല സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു ഫാമിലി അതുപോലെ തന്നെ ഫോളോ ചെയ്യാനാണ് അനീഷിനും ആഗ്രഹം. വാതോരാതെ പറയുന്നത് അദ്ദേഹം നേടിയെടുത്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണലായിട്ടും അദ്ദേഹം എത്തിച്ചേർന്ന മേഖലകളെക്കുറിച്ചൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ പറയുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റോറി എല്ലാവരും കൈയടിക്കുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഇത്രയും നല്ലൊരു കണ്ടസ്റ്റൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ്. എല്ലാ മേഖലകളിലും ഏറ്റവും മികച്ചതായിട്ടാണ് അനീഷ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഒത്തിരി അറിവുകളും അനീഷിനുണ്ട്. ഗവൺമെൻറ് ജോലിയിൽ നിന്നും ലീവ് എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അദ്ദേഹം ലീവ് എടുത്തിരിക്കുന്നത്. ഇപ്പം അതിനൊപ്പം തന്നെ ബിഗ് ബോസും അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആയിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ 7-ൽ. തുടക്കം മുതലേ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഒരു ഗ്രൂപ്പുകളിലും ചേരാതെ അവനവൻ്റെ നിലപാടുകൾ വ്യക്തമായി പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റായിട്ടാണ് അനീഷ്